നല്ല നെയ്മത്തി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം അതിൻ്റെ തല പറ്റിക്കാമെന്ന് വിചാരിച്ചു. അപ്പം സവാള, പച്ചമുളക്, തക്കാളിപ്പഴം, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര അരിഞ്ഞ് ചേർത്ത് ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് കഴുകി വെച്ചിരിക്കുന്ന മത്തിത്തലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് വേവിച്ച് കുറുകി പറ്റിച്ചെടുത്ത് അവസാനം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുത്തപ്പോൾ ഈ രീതി കിട്ടിയിട്ടുണ്ട്. ചീനി പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പം മീൻ ഫ്രൈ ചെയ്യുന്ന ഈ മത്തി ഫ്രൈ ഒക്കെ ചെയ്യുന്നൊരു റെസിപ്പി വന്നിട്ടുണ്ടല്ലോ, വൈറലായത്. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പാനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓണാക്കി അതിലേക്ക് കൊച്ചുള്ളി, ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഇത്രയും ചേർത്ത് പുളിവെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് തിളച്ച് എണ്ണയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തെളിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ കഴുകി വൃത്തിയാക്കി വരയും കുറിയൊക്കെ ഇട്ടിരിക്കുന്ന നമ്മുടെ മത്തിക്കുട്ടന്മാരെ അങ്ങോട്ട് പറക്കി വെച്ചു നല്ല സൂപ്പറായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മത്തി എടുത്ത് കറിയും കൂടെ വെച്ചു. കിട്ടിയ മത്തി എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കറികളൊക്കെ റെഡിയായി. മത്തങ്ങ എരിശ്ശേരി, മീൻ കറി, തല പറ്റിച്ചത്, മീൻ വറുത്തത് ഇതെല്ലാം കൂടെ കൂട്ടി സൂപ്പറായിട്ട് ചോറ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി പിന്നെ കാണാവേ.